നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അർജൻറ്റീന ഫുട്ബോളിൽ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നു. ആ പരിപാടി വേണ്ടെന്ന് പറയുകയാണ്. അതായത് ബോളിൽ കയറി നിൽക്കുന്ന പരിപാടി വേണ്ട. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ലാമിനെ യമാൽ കളി റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ബോളിന് മേലെ ഇരിക്കുന്നു. വിമർശനങ്ങൾ വന്നു. ഐക്യദാർഢ്യം എന്ന പോലെ ബ്രസീലിൽ ഒരാൾ നെയ്മർ ജൂനിയർ ബോളിൽ കയറിയിരിക്കുന്നു. വലിയ വാർത്തയായി. യമാലിന് പിന്തുണയുമായി നെയ്മർ, യമാലിനെ പോലെ നെയ്മർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് കളി നടക്കുന്ന സമയത്തല്ല എന്ന് പറഞ്ഞാൽ കളി നിർത്തി പോയിട്ട് ചെയ്തു, ഹാഫ് ടൈം ചെയ്തൊന്നല്ല. കളിയുടെ ഇടയിലുള്ള ബ്രേക്ക് റീസ്റ്റാർട്ടിൻ്റെ ഒക്കെ ആ ഇടയിൽ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ചെയ്താണ്. കോർണറിൻ്റെ അടുത്തൊക്കെയാണ് നെയ്മറൊക്കെ ഇരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കളിക്കിടയിൽ ഈ സ്കില്ലൊക്കെ എടുക്കുന്ന സമയത്ത് ചിലർ ബോളിൽ ചവിട്ടി കയറി നിൽക്കും. ആ പരിപാടി വേണ്ട, അത് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ. അർജന്റീൻ ഫുട്ബോൾ ലീഗിൽ അർജന്റീനയിൽ നടക്കുന്ന മത്സരങ്ങളിൽ ബോളിന് മേൽ കയറി നിൽക്കുന്നത് ബാൻ ചെയ്തിരിക്കുന്നു. ഫ്രം നൗ ഓൺ എന്നാണ്, അടുത്ത സീസണിൽ എന്നല്ല പറയുന്നത്, ഇപ്പോൾ നടക്കുന്ന സീസൺ തന്നെ. ഫ്രം നൗ ഓൺ സ്റ്റാൻഡിങ് ഓൺ ടോപ്പ് ഓഫ് ദി ബോൾ ഈസ് ബാൻഡ് ഇൻ അർജന്റീൻ ഫുട്ബോൾ. അർജന്റീൻ ഫുട്ബോളിൽ ആ പന്തിന് മുകളിൽ കയറി നിൽക്കുന്ന പരിപാടി ബാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കളിക്കിടയിൽ ഒരു പ്ലെയർ ചെയ്താൽ ആ പ്ലെയർക്ക് യെല്ലോ കാർഡ് കിട്ടും. എന്നും മാത്രമല്ല, ഓപ്പോസിഷൻ ടീമിന് ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് അവാർഡ് ചെയ്യുകയും ചെയ്യും. ഇതാണിപ്പോൾ വന്നിരിക്കുന്ന പുതിയ റൂള്. ഇത് പലപ്പോഴും പലയിടത്തും ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഓവർ സ്കില്ലെടുക്കുന്നതൊക്കെ ചിലർ കളിയാക്കലാണ്, എതിർ ടീമിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടപടിയും കാർഡൊക്കെ കൊടുക്കുന്നത് പലപ്പോഴും ലീഗിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് അതുപോലെ പന്ത് കയറി നിന്നിട്ടുള്ള സ്കില്ലെടുക്കലൊന്നും വേണ്ട. പന്ത് കയറി നിന്നാൽ യെല്ലോ കാർഡ് കിട്ടും, എതിർ ടീമിന് ഇൻഡയറക്റ്റ് ഫ്രീ കിക്കും കൊടുക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.